ഒന്നുമില്ല, നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിച്ചു, അത്രേ ഉള്ളൂ. ഏയ്, നിങ്ങൾ സ്വീകരണമൊക്കെ അറേഞ്ച് ചെയ്തോ? ഇന്ന് വൈകിട്ടായിക്കോട്ടെ. ആ ഇന്ന് വൈകിട്ട് കുഴപ്പമില്ല, ഞാൻ ഫ്രീ ആണ്. ആ പാറ കുറയ്ക്കെതിരെയോ? പിന്നെന്താ, ഞാൻ എൻ്റെ ലക്ഷ്യം ഇനി വലിയ വലിയ കുത്തകകളുണ്ടല്ലോ അവർക്കെതിരെ സമരം ചെയ്യുക എന്നുള്ളതാണ്. ശരി ശരി, വൈകുന്നേരം കാണാം. സ്വീകരണത്തിന് നിങ്ങൾ അറേഞ്ച് ചെയ്തോ? ഞാൻ എത്തിക്കോളാം സ്വീകരണത്തിന്. അതെ, സ്കൂളുകാരുടെ എൻ്റെ മുമ്പിൽ മുട്ട മടക്കി. അയ്യോ, ആ വാക്കൊന്നുണ്ടെന്ന് പറഞ്ഞ്. മെമ്പർ അമ്പളിക്കുട്ടാ, ഞാൻ ഈ വിരൽ മുറിച്ച് തരണോ മോതിരയുടെ? നിന്റെ അളവുണ്ടാ? കൊച്ചിലെ മുതലേ ഉള്ള അളവ് എന്റെ മറന്നില്ലല്ലോ. ഇല്ല, ഞാൻ മറക്കാൻ പറ്റില്ലല്ലോ. ആ, അത് നന്നായി. നീ എന്തുവാടാ പറഞ്ഞേ? എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ക്ലീറ്റസ് മനസ്സ് വെച്ചാണ്ടല്ലോ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും കേട്ടോ. അതാണ് ക്ലീറ്റസ്. നിന്നെ സമ്മതിക്കുന്നത്. ആ, സമ്മതിക്കണം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതെ, ഇനി ഇതുപോലെ കുറെ തറകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ആ തറകളെയും കൂടെ തറ പറ്റിച്ചാലേ അമ്പളിക്കുട്ട എനിക്ക് സമാധാനമുള്ളൂ. എന്തായി അവിടെ? ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാരുണ്ടായിരുന്നോ? എന്റെ തങ്കം, നീ വന്ന് കാണേണ്ടതായിരുന്നു. എന്റെ പ്രസംഗം തുടങ്ങിയതും പത്രക്കാരും ചാനലുകാരൊക്കെ ഏതൊക്കെ സൈഡിൽ നിന്ന് വന്നു. എനിക്ക് പിന്നെ ഫോട്ടോ എടുപ്പ് ഒരുപാട് പത്രത്തിലേക്ക് വരുന്ന ആളത്. പിന്നെ ചാനലിൽ വരുമെന്നോ? ഡാഡിയുടെ ഈ വിഷയം വെച്ച് ചർച്ച തന്നെ നടക്കണുണ്ട്, ലൈവ്. വെച്ചോ, ഡാഡി ഇതാ വരുന്നത്. നീ ഉണ്ടല്ലോ, ഇതുപോലത്തെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കണം. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. നീ ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ട് ചെയ്യിപ്പിക്കും. അത് എങ്ങനെ ചെയ്യിക്കണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. എന്താടാ നീ അങ്ങനെ സംസാരിക്കണേ? അതെ അമ്പളിക്കുട്ട, നീ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ മുട്ടിലെഴയണേ ഉള്ളൂ. ഞാൻ വർഷങ്ങളായി ഇപ്പൊ വളർന്ന് പന്തലിച്ചൊരു പടി വൃക്ഷമായിട്ട് നിൽക്കുകയാണ്. എന്നെ നീ പഠിപ്പിക്കണ്ട കേട്ടോ. പിന്നെ നീ ഇപ്പൊ കണ്ടതൊക്കെ ഉണ്ടല്ലോ, വെറും കൊച്ചു പുഴയോളമുള്ള സംഭവങ്ങളാണ്. ഇനി കടലോളം ഉള്ളത് വരാനിരിക്കുന്നേ ഉള്ളൂ. അതിലുള്ള തിര വരുമ്പോ ഉണ്ടല്ലോ, നീയൊക്കെ അതിൽ പെട്ടുപോകും. നോക്കിക്കോളണം കേട്ടോ. പിന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പിന്നെ അളിയാ, ഞാൻ ആ തിരയിൽ പെടാതെ നിന്നോളാം. ഈ പടുവർഷം എന്ന് പറയാതെ വളർന്ന് വരുന്നേ ഉള്ളൂ. പടുവർഷം ആവട്ടെ, നീ പടുവർഷം ആവണം. ആ ഈ 10 പേർക്ക് തണലാവണം. അത് തന്നെയാണ് എന്റെ ആവശ്യം. അല്ലാതെ ഇങ്ങനെ കിടന്നാ പോരാ. നിന്റെ അറിവില്ലായ്മയാണ് തങ്കം. എന്റെ പ്രസംഗം അങ്ങോട്ട് കേട്ടതുണ്ടല്ലോ, ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തില്ലേ? ആ, അവർക്കെതിരെ ഇനി ഒരുപാട് നടപടികളുണ്ടാവും ആ സ്കൂളിനെതിരെ കേട്ടാ. അമ്മാവന്റെ സ്കൂളുണ്ടല്ലോ, പൊട്ടും മിക്കവാറും. ശരി, സന്തോഷമായില്ലേ?